എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ. മത്തായി 17-ന്റെ 22, 23 വാക്യങ്ങൾ. അവർ ഗലീലയിൽ സഞ്ചരിക്കുമ്പോൾ യേശു അവരോട്, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനായിരിക്കുന്നു. അവർ അവനെ കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയിർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവരോ ഏറ്റവും ദുഃഖിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ശിഷ്യന്മാരോട് ഗലീലയിൽ വെച്ച് സംസാരിച്ച തൻ്റെ ഫെയർവെൽ മെസ്സേജിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസിൻ്റെ അത്ഭുതകരമായ ഏറ്റുപറച്ചിലിനെ തുടർന്ന് യഹൂദ മൂപ്പന്മാരാലും പുരോഹിതന്മാരാലും ശാസ്ത്രിമാരാലും താൻ പലതും സഹിക്കാൻ ഇടയാകുമെന്ന് കർത്താവ് മുൻകൂട്ടി അവരോട് പറഞ്ഞു. മത്തായി 16-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നു. ഇവിടെ പറയുന്ന തിരസ്കരണം ജാതികളാൽ നിറവേറും. മനുഷ്യപുത്രൻ എന്ന നിലയിൽ മലയിൽ വെച്ച് താൻ മഹത്വത്തിൽ വെളിപ്പെട്ടതിനെ തുടർന്ന് ഇത് സംഭവിക്കുന്നു. അവൻ്റെ ചിന്തയിൽ എപ്പോഴും ക്രൂശ് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ക്രൂശീകരണം ക്രിസ്തീയ മാർഗത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. കർത്താവിൻ്റെ ക്രൂശും കഷ്ടപ്പാടും ക്രിസ്തീയ വിശ്വാസത്തിൽ നിലനിൽക്കുകയും ക്രിസ്തുവിനെ പിൻപറ്റുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരു അടയാളമായി, അതായത് ഈ ക്രൂശ് എന്ന അനുഭവം ക്രിസ്തീയ മാർഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത യാഥാർത്ഥ്യമാണെന്ന് കർത്താവ് പറയുന്നു. യേശു മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഉയിർത്തെഴുന്നേൽപ്പിനെ കുറിച്ചും കൂടെ അവരോട് പറയുന്നത് സ്വാഭാവികമാണ്. അവൻ്റെ താഴ്ചയുടെ രംഗത്തെ ഇത് കാണിക്കുന്നു. 3-ാം ദിവസം വീണ്ടും എഴുന്നേൽക്കുമെന്ന് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. മർക്കോസ് 9-ാം അധ്യായത്തിൽ അവൻ ദൈവം എന്ന നിലയിൽ ഉയർക്കുന്നു. അവൻ്റെ പുനരുത്ഥാനത്താൽ അവൻ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. റോമലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. റോമർ 6-ാം അധ്യായത്തിൽ എന്നാൽ കർത്താവ് മരണം സ്വയം ഭരിക്കുന്നു എന്ന് പൗലോസ് വ്യാഖ്യാനിക്കുന്നു. അവൻ തൻ്റെ ജീവനെ മറ്റുള്ളവർക്കായി സമർപ്പിച്ചു. അവൻ്റെ പുനരുത്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാര്യത്തിൽ എന്ന പോലെ ദൈവത്തിൻ്റെ ഔദാര്യമല്ല, ഇത് കർത്താവിൻ്റെ ദിവ്യ അവകാശമായി രേഖപ്പെടുത്തുന്നു. കർത്താവിനെ കൊന്നാലല്ലാതെ യഹൂദന്മാരുടെ രോഷം അടങ്ങുന്നില്ല. അവൻ്റെ രക്തം, വിശുദ്ധ രക്തത്തിനായി അവർ ദാഹിച്ചു. ഇവർ അവകാശിയാകിയാൽ അവനെ കൊല്ലണമെന്ന് നിശ്ചയിച്ചു. പാപപരിഹാരത്തിനുള്ള യാഗവസ്തുവാണ് അവനെങ്കിൽ അവൻ കൊല്ലപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം രക്തച്ചൊരിച്ചിൽ കൂടാതെ പാപമോചനമില്ല എന്ന പഴയ നിയമ സിദ്ധാന്തം അല്ലെങ്കിൽ ദൈവാവബോധം കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ അത് സാക്ഷാത്കരിക്കപ്പെടുന്നു. എന്നാൽ അവൻ 3-ാം ദിവസം ഉയിർക്കും എന്നുള്ളത് ഒരു പ്രോത്സാഹനജനകമായ സംഭവമാണ്. അവനും ശിഷ്യന്മാർക്കും അത് അന്ന് അവർ നേരിട്ട പ്രതിസന്ധികളിൽ ഒരു ഊർജമായി നിലനിന്നു. 3-ാം ദിവസം ഉയിർക്കും എന്നതിനാൽ അവൻ്റെ അസാന്നിധ്യം
തികച്ചും ഒരു ഹ്രസ്വമായ സംഭവമാണ്. അവൻ്റെ മടങ്ങിവരവ് തേജസ്സിൻ്റെ അനുഭവമാണ്. അപ്പോൾ കർത്താവിൻ്റെ ജീവിതവും പ്രവർത്തനവും കഷ്ടപ്പാടും ക്രൂശുമരണവും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ നേർരേഖയായി ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ക്രിസ്ത്യാനിറ്റി ഒരിക്കലും ഒരു സേഫ് സോൺ അല്ല. കഷ്ടതയും അപമാനവും ക്രൂശിന് സമാനമായ അനുഭവങ്ങളും ഒരു യാഥാർത്ഥ്യമാണ്. അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഈ മാർഗത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ മൂന്നാം ദിവസമുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് എല്ലാ സാധ്യതകൾക്കായി നന്ദിയോടെ ഞങ്ങൾ ഉറപ്പായും ശിഷ്യന്മാരോട് അത് പറയും. രൂപമലയുടെ മഹത്വത്തെക്കാൾ കഷ്ടപ്പാടിന്റെയും ഞങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാം ദിനത്തിന്റെ നിൽക്കുന്ന ആളുകൾ, ഒരു പ്രത്യാശയും പ്രതീക്ഷിക്കുന്നവർ, രോഗികളായിരിക്കുന്നവർ, പ്രതീക്ഷയിലാണ് നമ്മുടെ ജീവിതം. അവരുടെ മധ്യത്തിൽ കർത്താവിന്റെ സാക്ഷികളായ കർത്താവിന്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മളെ അത് ഒരു മാതൃകാപരമായി പ്രഭാതം മുതൽ പ്രദോഷം വരെ തിരുസാന്നിധ്യത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ഇത് സംസാരിപ്പാനും ഒക്കെ മുന്നോട്ട് ജീവിക്കാനുള്ള ക്രിസ്തീയ മാർഗത്തിന്റെ ഊർജ്ജമാണ്. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. അത് സ്വീകരിക്കുക. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും ഒരിക്കലും എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു സുരക്ഷിതമായ വലയമല്ല. പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടങ്ങളും മരണവും എല്ലാം ഉൾച്ചേരുന്ന തികച്ചും നമ്മൾ ആഗ്രഹിക്കാത്ത പ്രതിസന്ധികളുടെ വഴികളിലാണ്. ഇതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് ലഭിക്കുന്ന കരുത്ത് മൂന്നാം ദിനത്തിൻ്റെ ഉയിർപ്പാണ്. സത്യം ഉയിർത്ത് എഴുന്നേൽക്കും എന്ന് കർത്താവ് നമ്മളോട് പറയുന്നു. അതുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ, ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഇരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ക്രിസ്തീയ മാർഗത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തളരാതെ മുന്നേറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. വെല്ലുവിളികളും പ്രയാസങ്ങളും കഷ്ടതകളും അഭിമുഖീകരിക്കാനുള്ള കൃപയും ധൈര്യവും കർത്താവിൻ്റെ ക്രൂസിലൂടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ അവിടുത്തെ കൃപയിൽ ശരണപ്പെടുവാൻ, കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൽ സന്തോഷിപ്പാൻ, പ്രത്യാശിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.